ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഡെയർഡെവിൾ സീരീസിലെ 4ാമത്തെ സീസൺ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് റിലീസ് ചെയ്ത ആദ്യത്തെ 2 എപ്പിസോഡുകളെ കുറിച്ചുള്ള എൻ്റെ ഇനിഷ്യൽ തോട്ട്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. ആദ്യത്തെ 3 സീസണും നെറ്റ്ഫ്ലിക്സിലാണ് വന്നത്. 4ാമത്തെ സീസണാണ് ഒഫീഷ്യലി MCUവിൽ സെറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ബോൺ അഗെയിൻ എന്ന ടൈറ്റിൽ ഈ സീസൺ വരുമ്പോൾ പഴയ സീസണുകളുടെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. ഈ സീസണിനെ ഞാൻ മുമ്പത്തെ സീസൺസുമായിട്ട് കമ്പാരിസൺ ചെയ്യുന്നില്ല, കാരണം അതിനുള്ള സമയമായിട്ടില്ല. 2 എപ്പിസോഡ് മാത്രമേ റിലീസ് ചെയ്തിട്ടുള്ളൂ. സോ ലോജിക്കലി നമുക്കൊരു കമ്പാരിസൺ ഇവിടെ നടത്താൻ പറ്റില്ല. ഇനി സീസൺ 4ലേക്ക് നമ്മൾ വന്നാൽ മുൻപത്തെ സീസണുകളുടെ അതേ ഒരു വൈബും ടോണും അറ്റ്മോസ്ഫിയറും ഇവിടെ അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, വിച്ച് ഇസ് എ ഗ്രേറ്റ് തിങ് ആക്ച്വലി. ഇത് MCUവിൽ സെറ്റ് ചെയ്യുമ്പോൾ ഷീ ഹൾക്കിൽ ഡെയർഡെവിൾ വന്ന പോലെ അത്രയും ബോറായിരിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. നിങ്ങൾ ഷീ ഹൾക്കിൽ കണ്ടിരുന്നു ഡെയർഡെവിളിനെ? കണ്ടിട്ടില്ലെങ്കിൽ കാണണ്ട കേട്ടോ, മായ്ച്ചളഞ്ഞിനെ. മികച്ചൊരു പൈലറ്റ് എപ്പിസോഡ് തന്നെയായിരുന്നു എപ്പിസോഡ് 1. ഒരു സിംഗിൾ ടേക്ക് ആക്ഷൻ സീക്വൻസ് ഉൾപ്പെടെ ഉണ്ട്. അത് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഓപ്പണിംഗ് സീനിൽ സംഭവിക്കുന്ന ഒരു ട്രാജഡിയാണ് പിന്നീടുള്ള പ്ലോട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്യുന്നത്. ആ ഒരു ട്രാജഡി കാരണം മാറ്റ് മർഡോക്ക് ഡെയർഡെവിൾ എന്ന തന്റെ വിജിലാൻറ്റി ലൈഫ് ഉപേക്ഷിക്കുന്നു. പിന്നീട് ആസ് എ ലോയർ അയാൾ സിസ്റ്റത്തിനെ എങ്ങനെ ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതാണ് ഇവിടെ കാണിക്കാൻ ശ്രമിക്കുന്നത്. വിൽസൺ ഫിസ്ക് അഥവാ കിങ്പിൻ ന്യൂയോർക്ക് മേയറായി മത്സരിക്കുന്നതും ജയിക്കുന്നതിന് ശേഷമുള്ള ഇവന്റ്സ് ആണ് പിന്നീട് നടക്കുന്നത്. അയാൾ മേയറായതിനു ശേഷം ആദ്യം പറയുന്നത് ഡെയർഡെവിളും സ്പൈഡർമാനും ഉൾപ്പെടെയുള്ള എല്ലാ വിജിലാൻറ്റീസിനെയും അറസ്റ്റ് ചെയ്യുമെന്നാണ്. സോ ആദ്യമായിട്ട് ഇവിടെ സ്പൈഡർമാനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത വർഷം വരാൻ പോകുന്ന സ്പൈഡർമാൻ 4ലും ഡെയർഡെവിളും കിങ് പിന്നും ഒക്കെ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഈ ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്ന കിങ് പിന്നും അതിലെ കറപ്ഷനെതിരെ നിയമപരമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന മാറ്റ് മർഡോക്കും ഈ ഒരു പ്ലോട്ടിന് ഇവിടെ തുടക്കമിടുന്നുണ്ട്. സോ മറ്റ് സീസണുകളെ അപേക്ഷിച്ച് ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റിന് പുതിയൊരു ലെയർ അല്ലെങ്കിൽ പുതിയൊരു അപ്രോച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും അല്ലാതെ ന്യൂയോർക്ക് സിറ്റി ഇതിനകത്തെ 3ാമത്തെ ഒരു പ്രധാന ക്യാരക്ടറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആൾക്കാരുടെ പൾസ് എന്താണ്, അല്ലെങ്കിൽ വിജിലാൻറ്റീസിനെ കുറിച്ച് അവരുടെ അഭിപ്രായം എന്താണ്, അങ്ങനെയുള്ള 2 സൈഡും കാണിക്കുന്നുണ്ട്. റിലീസ് ചെയ്ത 2 എപ്പിസോഡുകളും വളരെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് ലീഡ് ചെയ്യുന്ന നല്ലൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള പോയിന്റിലാണ് 2ാമത്തെ എപ്പിസോഡ് തീരുന്നത്. നല്ലൊരു സ്റ്റാർട്ടിങ് തന്നെയാണ് ബോൺ അഗെയിനിലെ ആദ്യത്തെ 2 എപ്പിസോഡ്. ഈ എക്സൈറ്റ്മെന്റിൽ ഇതേപോലെ മറ്റ് എപ്പിസോഡുകളും കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ മുമ്പത്തെ സീസണുകളിലെ വെറുതെ സക്സസർ ആകും ഈ സീസണും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ടോട്ടലി വെർത്തിറ്റ് ആവുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇതാണ് എൻ്റെ ഇനിഷ്യൽ തോട്ട്സ് ഓൺ ഡെയർഡെവിൾ ബോൺ അഗെയിൻ. നിങ്ങൾ ഈ സീസൺ കണ്ടു തുടങ്ങിയെങ്കിൽ എന്താണ് നിങ്ങളുടെ തോട്ട്സ് എന്നുള്ളത് താഴെ കമന്റ്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.